കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 14 ആണ് ഇന്ന്. ഓം നമോ ഭഗവതേ വാസുദേവായ. ചതുർദശോധ്യായം, ഏകാദശ സ്കന്ധം ചതുർദശോധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതിൽ ഞാൻ ചുരുക്കി പറയാം എന്താണ് ഇതിൽ വിഷയം എന്നൊന്നും പറയാൻ നോക്കാം. എന്താ അറിയോ, ഈ മനസ്സിനെ അടക്കാൻ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിനെ അടക്കണം എന്ന് പറഞ്ഞല്ലോ ഭഗവാൻ, അല്ലാതെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞല്ലോ അല്ലേ. എന്നാലേ നമുക്ക് മനസ്സിനപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഗുണങ്ങളുള്ള മനസ്സിന് ഗുണാതീതനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മനസ്സിനെ അടങ്ങാൻ നമ്മൾ എന്ത് അനുഷ്ഠാനങ്ങളാണ് വേണ്ടത്? അതായത് ദാനം, ഹോമം, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. യജ്ഞം, തപസ് ഒക്കെ ഉണ്ട്. ഇതിൽ ഭക്തി എല്ലാം ഉണ്ടല്ലോ. നമുക്ക് സ്വാധ്യായം പലതും നമ്മൾ കാണുന്നുണ്ട്, പല യോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ശ്രേയസ്കരായിട്ട് എന്താണെന്നാണ് ചോദിക്കണം. അപ്പോൾ ഭഗവാൻ പറയും, മനസ്സ് ലയിപ്പിക്കാനുള്ള ഉപായങ്ങളിൽ ഏറ്റവും ഭക്തി തന്നെയാണ്. എന്നാൽ എങ്ങനെയാണ് ഭക്തി വളർത്തുക? അതിനുള്ള വഴി ഭഗവാനെ ധ്യാനിക്കൽ തന്നെയാണ്. ഭക്തി വളർത്താൻ പറ്റുന്ന ഏക വഴി ഭഗവാനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്ധവൻ ചോദിക്കും, എന്നാൽ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? ആരാണ് അങ്ങനെ ഭക്തി മാർഗത്തിലേക്ക് പോവാൻ, അതായത് നമുക്ക് എങ്ങനെയുള്ളവരാണ് ഭക്തി മാർഗത്തിൽ പോകേണ്ടത് എന്നൊക്കെ ചോദിക്കും. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നും ചോദിക്കും. അപ്പം നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എക്സാക്ട്ലി ഭഗവാൻ പറയും എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന്. അല്ല, എന്താ വെച്ചാൽ ഒരു ആരുമില്ലാത്ത ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്നിട്ട് 2 കൈയും മടിയിൽ മലർത്തി വെക്കണം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ കണ്ണിൻ്റെ ദൃഷ്ടിയെ ഈ പിരികത്തിൻ്റെ നടുക്ക് ഉറപ്പിക്കുക. എന്നിട്ട് പ്രാണായാമം ചെയ്യുക. എന്നിട്ട് അതായത് ശ്വാസത്തിനെ ഒന്ന് നമ്മൾ ശുദ്ധീകരിക്കാനും ഒന്നൊരു നിയന്ത്രണത്തിന് അങ്ങനെ കുറേ ദിവസം പ്രാണായാമം നല്ലോണം ചെയ്ത് നല്ല സുഖമായിട്ടുള്ള ആസനത്തിലിരുന്ന് പ്രാണനെയും മനസ്സിനെയൊക്കെ പറ്റുന്നത്ര നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം ധ്യാനിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു നിലയിലെത്തും നമ്മൾ കുറേ ദിവസം ചെയ്യുമ്പോൾ. അങ്ങനെയാണ് പറയണത് ഭഗവാൻ. ഇനി അങ്ങനെയാണ്, അതായത് നമ്മൾ അഷ്ടാംഗയോഗത്തിൽ കണ്ടുള്ളൂല്ലോ, പ്രാണായാമം അല്ല ആസനം, ശമന്തമൊക്കെ ജീവിത രീതിയാണ് കേട്ടോ, അത് പോട്ടെ. പിന്നെ പ്രാണായാമം, പ്രത്യാഹാരം, അതായത് പ്രാണായാമം ചെയ്തിട്ട് ഇതിനൊക്കെ അടക്കുക. അത് കഴിഞ്ഞിട്ട് പ്രത്യാഹാരം വെച്ചാൽ ഇന്ദ്രിയങ്ങളെ പറ്റണത്രേ നമ്മുടെ ഉള്ളിലേക്ക് ആക്കാൻ നോക്കുക, പുറത്ത് കാര്യങ്ങൾ ചിന്തിക്കാതെ എല്ലാ ഇന്ദ്രിയങ്ങളെയും. കണ്ണടച്ചാൽ പിന്നെ അത് മതി. ചെവിയാണെങ്കിൽ വേറൊന്നും കേൾക്കാതിരിക്കുക. മനസ്സാണ് ഏറ്റവും ബുദ്ധിമുട്ട്. മനസ്സിനെ നമ്മൾ പുറത്തുനിന്ന് വലിച്ചത് അകത്തേക്കാക്കുക. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത്രയും നമ്മൾ കുറേ ദിവസം പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇനി ധ്യാനം, എങ്ങനെയാണ് ധ്യാനിക്കുക എന്ന് വളരെ നന്നായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ, ഹൃദയത്തിൽ ഒരു താമര തൂങ്ങി കിടക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. ആ താമര മൊട്ടിനെ നമ്മൾ നീർത്ത് വിരിയാറായിരുന്നു. അപ്പോൾ അങ്ങനെ വിരിയിക്കുക. എന്നിട്ട് അതിലെ ആ നടുക്കുള്ളതോ കർണിക പറയും, ആ കർണിക ആദ്യം മനസ്സിൽ വിചാരിക്കണം എന്നാണ് പറയണത്. ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു താമരയെ വിരിയാറായിട്ടുള്ള താമരയെന്ന് വെച്ചോളൂ. അതിനെ നേരെ നിർത്തി വിരിയിക്കുക നമ്മളെ ഹൃദയത്തിൽ. എന്നിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ താമര വിരിഞ്ഞത് ഇങ്ങനെ കാണുക. എന്നിട്ട് ആ താമരയുടെ നടുക്കുള്ള ആ ഭാഗം ഉണ്ട്, അതിന് കർണിക പറയും. ആ കർണികയെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുക. എന്നിട്ട് ആ കർണികയുടെ നടുക്ക് ഒരു വലിയ പ്രഭാവലയം, അതായത് ശരിക്കും ഭയങ്കര പ്രഭയുള്ള ആദിത്യമണ്ഡലം, അതാണത് പറയണത്. ആദിത്യമണ്ഡലം നല്ല പ്രകാശമുണ്ട്. അങ്ങനെ ഒരു മണ്ഡലം, ഒരു വട്ടം, നമ്മൾ പ്രഭാമണ്ഡലം ധ്യാനിക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ നേരെ താഴെയായിട്ട് അതിൻ്റെ മധ്യത്തിൽ അത് കുറച്ച് ഭാഗം കാണാം ആദിത്യമണ്ഡലം, അതിനെ മറച്ചും കൊണ്ട് ചന്ദ്രമണ്ഡലം കാണണമെന്ന് പറയുന്നത്. അതായത് കുറച്ചും കൂടിയും പ്രകാശം കുറഞ്ഞ ആദ്യം നല്ല പ്രകാശമുള്ളൊരു വട്ടത്തിൽ പ്രഭാമണ്ഡലം, അതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി പ്രകാശം കുറഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ആണെന്നിട്ടാവും, കുറച്ചുകൂടി പ്രകാശം കുറഞ്ഞൊരു പ്രഭാമണ്ഡലം, അതാണ് ചന്ദ്രമണ്ഡലം. എന്നിട്ട് ആ ചന്ദ്രമണ്ഡലത്തിൻ്റെ നടുവിൽ അഗ്നിമണ്ഡലം ധ്യാനിക്കണം നമ്മൾ. അതിലും ചെറിയ വേറൊരു വട്ടം കൂടി. 3 പ്രഭാമണ്ഡലങ്ങൾ, ഒന്ന് ആദിത്യമണ്ഡലം, ഒന്ന് ചന്ദ്രമണ്ഡലം, പിന്നെ അഗ്നിമണ്ഡലം. എന്നിട്ട്
ആ അഗ്നിമണ്ഡലത്തിൻ്റെ മധ്യത്തിലാണത്രേ 3 പ്രഭാവലയം കഴിഞ്ഞ് അതിൻ്റെ മധ്യത്തിലായിട്ടാണത്രേ നമുക്ക് ഏത് ഇഷ്ടദേവത, ഏത് സ്വരൂപമാണ്. ഇപ്പോൾ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്വരൂപം, ശിവനാണെങ്കിൽ ശിവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്വരൂപം, ഭഗവതിയാണെങ്കിൽ ഭഗവതിയുടെ ഏറ്റവും ഇഷ്ടമുള്ള സ്വരൂപം. നമ്മളിപ്പോൾ ഭാഗവതാവുകൊണ്ട് കൃഷ്ണൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്വരൂപം എന്ന് പറയുക. ആ ഇഷ്ടദേവതാ സ്വരൂപം എന്നിട്ട് ആ 3 മണ്ഡലത്തിന് അഗ്നിമണ്ഡലത്തിൻ്റെ ഉള്ളിൽ ധ്യാനിക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം ഇത് കണ്ടു വച്ചാൽ ആ ഇഷ്ടദേവതയുടെ രൂപത്തിൻ്റെ കാല് തൊട്ട് പാദാദികേശം, ഓരോ ആദ്യം പാദം വിരലുകൾ, നഖം അതൊക്കെ നോക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഞെരിയാണി അവിടെ, അത് കഴിഞ്ഞ് ആ കാലിൻ്റെ മുട്ട് വരെയുള്ള ഭാഗം, അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നല്ല മഞ്ഞപ്പട്ടുടുത്ത തുടകൾ, അത് കഴിഞ്ഞാൽ നല്ലൊക്കെ ഇങ്ങനെ കെട്ടി അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ഇതാവുമല്ലോ. ഇപ്പോൾ മഹാവിഷ്ണുവായിട്ടും ആവാം. എങ്ങനെയാണ് അവർ വിചാരിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ പാദാദികേശം, പാദം തൊട്ട് കേശം വരെ നമ്മളെ ഓരോ അവയവങ്ങളെ ധ്യാനിക്കണം എന്ന് പറയുന്നുണ്ട്. ധ്യാനിച്ച് ഉറപ്പിക്കണം അതിനെ. തൃപ്പാദം തൊട്ട് തലമുടി വരെ അങ്ങനെ പാദാദികേശം ചെയ്തതിന് ശേഷം പിന്നെ കേശാദിപാദം അവിടെ മുകളിലെത്തി. പിന്നെ അവിടുന്ന് താഴത്തേക്കും ഓരോ അംഗങ്ങളെയും പാദാദികേശവും കേശാദിപാദവും നല്ലോണം ഓരോ അംഗങ്ങളെയും ധ്യാനിച്ചുറപ്പിക്കുക. അപ്പം മനസ്സ് നിശ്ചലമാവും എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. എന്നിട്ട് നിർവികാരാവും. അപ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നും. അങ്ങനെ നമ്മൾ പറ്റുന്നത്ര ആ രൂപം തന്നെ പാദാദികേശവും കേശാദിപാദവും ഇങ്ങനെ അവസാനം നമുക്ക് അങ്ങനെ ആ ദേവതാസ്വരൂപം കൂടിയും കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ട് വെറും വെളിച്ചാവും. ആ ഇഷ്ടദേവതാസ്വരൂപം കൂടി മറയത്രേ കുറേ നേരം അങ്ങനെ ചെയ്യാൻ. അപ്പോഴാണ് അത്ര ആത്മസ്വരൂപം പ്രകാശിക്കുക. അങ്ങനെ കുറേ കാലം ധ്യാനം ചെയ്താൽ നല്ല ദൃഢത കിട്ടും എന്നാണ് അപ്പം ചുരുക്കി പറയുകയാണ് ഞാൻ ഈ അധ്യായത്തിൽ. അപ്പോൾ നമുക്കത് പറഞ്ഞിട്ട് പോകുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു രസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അതിന് കുറച്ച് സമയം കളയാൻ തീർച്ചയാക്കിയത്. അപ്പം ഇനി നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. എത്രാമത്തെ അധ്യായത്തിലത്തെ? 14-ാം അധ്യായത്തിലത്തെ കേട്ടോ. മാത്രമല്ല ഇതിലിപ്പോൾ ഭക്തി മഹാത്മ്യം പറയുന്നുണ്ട്, ധ്യാനയോഗത്തിനെയും വർണ്ണിക്കുന്നുണ്ട് കേട്ടോ. രണ്ടുമാണ് കാര്യമായിട്ട് ഈ 14-ാം അധ്യായത്തിൽ. ഭക്തിയോഗമാണ് ഏറ്റവും ശ്രേയസ്കരെന്നും എങ്ങനെ ധ്യാനം ചെയ്യാമെന്നും ആണ് പറയണം. നമുക്ക് നോക്കാം. ഉദ്ധവ ഉവാച വദന്തി കൃഷ്ണശ്രേയാംസി ബഹൂനി ബ്രഹ്മവാദിന തേഷാം വികൽപ്പ പ്രാധാന്യമുതാഹോ ഏകമുഖ്യത. അപ്പോൾ കൃഷ്ണ, ഹേ ഭഗവാനെ, കൃഷ്ണ ഭഗവാനെ, ബ്രഹ്മവാദിന അതായത് വേദം ചൊല്ലുന്നവർ, ബഹൂനി പലതിനെ, ശ്രേയാംസി അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർ, ബഹൂനി പലതിനെയും, ശ്രേയാംസി വദന്തി അതായത് ശ്രേയസ്കരമാണ് മോക്ഷം പ്രാപിക്കാനുള്ള മാർഗങ്ങളായിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. തേഷാം അവകൾ വികൽപ്പ പ്രാധാന്യം എല്ലാറ്റിനും ഒന്നുപോലെ പിന്നെ മുഖ്യത്വമോ അഹോ അഥവാ ഒന്നിന് മാത്രം മുഖ്യത്വം. അതിപ്പോൾ എന്താ ഉദ്ധവൻ്റെ ഉപദേശം സംശയം വെച്ചാൽ വേദങ്ങൾ പലതരത്തിലുള്ള വഴികളും മോക്ഷത്തിന് പറ്റി പറയുന്നുണ്ട്. അതിലേതാണ് ഏറ്റവും ശ്രേയസ്കരെന്ന് പലതും പറയുന്നുണ്ട്. ശ്രേയസ്കരാണെന്ന് പല വഴികളും. അതായത് പിന്നെ വേദങ്ങളും വേദം പഠിച്ച ഋഷീശ്വരന്മാരും ഒക്കെ അനേകം ശ്രേയസ്കരമായിട്ടുള്ള വഴികൾ പറയുന്നുണ്ട് മോക്ഷത്തിലേക്ക്. അതിൽ എല്ലാതും ഒരുപോലെയാണോ? എല്ലാ വഴികളും ഒരുപോലെ പ്രധാനമാണോ? അതോ അവർ പറഞ്ഞ ചില മാർഗങ്ങൾ അധികം നല്ലതാണോ? എല്ലാ മാർഗങ്ങളും ഒരുപോലെ നല്ലതാണോ? അതായത് വേദപണ്ഡിതന്മാരും ഋഷീശ്വരന്മാരും പറഞ്ഞ മോക്ഷത്തിലേക്കുള്ള എല്ലാ മാർഗങ്ങളും ഒരുപോലെ ശ്രേയസ്കരങ്ങളാണോ? അതോ ചിലതധികം നല്ലതാണോ എന്നാണ് ചോദ്യം. നമുക്കും തന്നെയല്ലേ ചോദ്യം അല്ലേ? പലതും പറയൂലോ, ഭക്തിമാർഗം, പിന്നെ എന്താ പറയുക, ഈ യോഗം, മറ്റേ അഷ്ടാംഗ യോഗമൊക്കെ ചെയ്തിട്ടേ ഈ രാജയോഗം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ജ്ഞാനം, ഭക്തി, പിന്നെ കർമ്മ അല്ലേ, കർമ്മയോഗം,
അതുകൊണ്ടേ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം പലതും ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും നല്ലതാണ് ചോദിക്കുകയാണ്, ഏറ്റവും ഓസ്പീഷ്യസ് അല്ലെങ്കിൽ ഏറ്റവും ശ്രേയസ്കരം. ഉദ്ധവ് വാച വദന്തി കൃഷ്ണശ്രേയാംസി ബഹൂനി ബ്രഹ്മവാദിന തേഷാം വികൽപ്പ പ്രാധാന്യമുദാഹോ ഏകമുഖ്യതാം. അതെന്തൊക്കെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ സംശയം എന്നും ചോദിക്കുന്നുണ്ട്. അതോ ഭവതോദാഹൃതസ്വാമിൻ ഭക്തിയോഗോനപേക്ഷിതഃ നിരസ്യ സർവത സംഗം യേന ത്വയ്യാവിശൽ മനഃ. എന്താ അറിയോ, സ്വാമിൻ ഹേ ഭഗവാനെ, സർവത എല്ലാറ്റിനും സംഘം ബന്ധം നിരസ്യ ബന്ധത്തിനെ ത്യജിച്ച് ഏന ഏതിനാൽ ത്വയി അങ്ങയിൽ മനഃ മനസ്സ് അല്ല നമ്മളിൽ ത്വയി തങ്ങളിൽ മനസ്സ് ആവിശയത് പ്രവേശിക്കാമോ, അനപേക്ഷിത അതായത് ഫലാപേക്ഷയുള്ള കൂടാതെ ഭക്തിയോഗം ഭവത ഭവാനാൽ ഉദാഹൃത ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം വെച്ചാൽ പല മാർഗങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഹേ ഭഗവാനെ, ഏതൊരു ഭക്തിയോഗത്താൽ അങ്ങയിൽ മനസ്സ് ബാക്കി എല്ലാ സംഘങ്ങളെയും ത്യജിച്ച് അങ്ങയിൽ മനസ്സ് നിർത്താൻ സാധിക്കുമോ, ആ ഭക്തിയോഗം മറ്റൊന്നിൻ്റെയും അപേക്ഷയില്ലാത്തതായി ഭഗവാൻ പറഞ്ഞുല്ലോ മുമ്പേ. അതായത് ഭഗവാന്റെ ഇതുവരെയുള്ള ഇതിലൊക്കെ എനിക്കൊന്ന് തോന്നിയത് ഭക്തിക്കാണ് പ്രാധാന്യം എന്ന് തോന്നി അങ്ങയുടെ വാക്കുന്ന്. പക്ഷേ വേറെയും പല കാര്യങ്ങളും കൊണ്ടും മോക്ഷം പ്രാപിക്കാമെന്നും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് സംശയം. അതായത് എല്ലാ മാർഗങ്ങളും ഒരുപോലെ പ്രധാനമാണോ, അതോ അതിൽ ഭക്തിമാർഗം തന്നെയാണോ ഏറ്റവും പ്രധാനം, അതൊക്കെയാണ് എനിക്ക് സംശയം. കാരണം അങ്ങയുടെ വാക്കിൽ നിന്ന് പലപ്പോഴും ഭക്തിയോഗമാണ് അങ്ങയിൽ നിരന്തരമായിട്ട് മനസ്സിനെ നിർത്താൻ ഏറ്റവും എല്ലാം സർവസംഘപരിത്യാഗിയായി അങ്ങയിൽ മനസ്സിനെ നിർത്താൻ ഏറ്റവും എളുപ്പം ഭക്തിയാണ് എന്ന് അങ്ങ് പറഞ്ഞ പോലെ തോന്നി എന്ന് പറയുകയാണ്. അതാണ് ഭക്തിയാണോ എന്ന് സംശയം തോന്നുകയാണ്. കാരണം അങ്ങനെ തെളിച്ചു പറഞ്ഞിട്ടുമില്ലേ ഭഗവാൻ. അതാണ് പിന്നെ എല്ലാറ്റിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് ഒരു ആഗ്രഹങ്ങളും മനസ്സിലില്ലാതെ, അതായത് ഒരു ഫലങ്ങളും പ്രതീക്ഷിക്കാതെ മനസ്സ് അങ്ങയിൽ ഉറപ്പിക്കുക എന്ന ആ ഭക്തിയോഗം അങ്ങ് പണ്ട് പറഞ്ഞു വളരെ നല്ലതാണെന്ന്. അതാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണമെന്ന് പറയുക. അങ്ങനെ പറഞ്ഞു, പക്ഷെ പല മാർഗങ്ങളും കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്ന് എനിക്ക് സംശയമുണ്ട. കാരണം എല്ലാം ത്യജിച്ചിട്ട് സകലത്തിൽ നിന്ന് മനസ്സിനെ മാറ്റിയിട്ട് സാധാരണ സർവസംഘപരിത്യാഗിയായിട്ട് യാതൊരു അപേക്ഷകളും ഫലകാംക്ഷമില്ലാതെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കുക എന്ന ഭക്തിയോഗം അങ്ങ് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഈ ഭക്തിയോഗമാണോ ബാക്കിയെല്ലാം പറഞ്ഞാൽ എല്ലാം ഒരുപോലെ പ്രധാനമാണോ, ഒരുപോലെ നല്ലതാണോ, ചിലത് ഭക്തിയോഗം അധികം നല്ലതാണോ എന്നുള്ള ചോദ്യം. ഓക്കെ. ഭവതോദാഹൃതസ്വാമിൻ ഭക്തിയോഗോനപേക്ഷിത നിരസ്യ സർവത സംഘം യേന ത്വയ്യാവിശൻ മനഃ. 3. അപ്പോൾ ഭഗവാൻ പിന്നെ എന്താണ് മറുപടി പറയാൻ തുടങ്ങിയാണ്. 3. കാലേന നഷ്ട പ്രളയേ വാണീയം വേദസംജ്ഞിത മയാദൗ ബ്രഹ്മണേ പ്രോക്ത ധർമ്മോ യസ്യമദാത്മക. എന്താണ് ഭഗവാൻ ഉവാച, എന്താ പറയണത്? യസ്യാം ഇപ്പം മുമ്പ് വേദവാക്കിലെ പറഞ്ഞുല്ലോ, വേദങ്ങൾ പറഞ്ഞ പല ശ്രേയസ്കരമായ മാർഗങ്ങളെന്ന് പറഞ്ഞുല്ലോ. ഏത് വേദവാക്യത്തിൽ മദാത്മക എന്നിൽ ഊന്നാൻ സഹായിക്കുന്ന ധർമ്മം പറയപ്പെട്ടിരിക്കുന്നുവോ, ഏത് വേദ വാക്കുകളിലാണ് എന്നിൽ മനസ്സുറപ്പിക്കൂ എന്ന ഭാഗവത ധർമ്മം പറയപ്പെട്ടിരിക്കുന്നുവോ, ഇയം ആ വേദസംജ്ഞിത, ആ വേദമെന്ന പേരോടുകൂടിയ വാണി, ആ വാക്ക് പ്രളയകാലത്തിൽ ആ കാലസ്വരൂപനാൽ നശിച്ചു, മയ എന്നാൽ ആദൗ
ബ്രഹ്മാവ് ഉണ്ടായപ്പോൾ ആ കൽപ്പത്തിൽ ബ്രഹ്മകൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മദേവനെ പ്രോക്ത ഉപദേശിക്കപ്പെട്ടു. എന്താണ് ഭഗവാൻ ഇതിൽ പറഞ്ഞാൽ, പ്രളയകാലത്ത് നഷ്ടപ്പെട്ടു ഇല്ലേ, ഇവർ വന്നിട്ട് കക്കൂലോ, വേദികം കാക്കൂലോ മധുസൂദനന്മാരെ അല്ലേ, മധുകൈടഭന്മാരെ ബ്രഹ്മാവ് ഭഗവാൻ യോഗനിദ്രയിലാവുന്ന സമയത്ത് ബ്രഹ്മാവ് ഭഗവാനിൽ ലയിച്ചിറക്കുകയാണ് പ്രളയകാലത്തെ ഈ ഫൈനൽ ഡിസൊല്യൂഷനിലാട്ടോ. ആ മഹാപ്രളയത്തിൽ മഹാപ്രളയം കഴിഞ്ഞു, യോഗനിദ്രയാണ്. അപ്പോൾ ബ്രഹ്മാവും ഭഗവാനിൽ തന്നെ ഉറങ്ങുകയാണ്. ആ സമയത്ത് മധുകൈടഭന്മാർ വേദം എടുത്തുല്ലോ. അതാണ് പറയണത്, പ്രളയകാലത്ത് വേദം നഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പിന്നെയും ഞാൻ നെക്സ്റ്റ് കൽപ്പം തുടങ്ങിയപ്പോൾ ഞാൻ ബ്രഹ്മാവിനത് ഉപദേശിച്ചു. അതാണിപ്പോൾ ഇതിൽ എത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ പ്രോക്ത എന്നാൽ ബ്രഹ്മാവ് ഉപദേശിക്കപ്പെട്ടു, അതാണ് പറഞ്ഞത് അല്ലേ. അതായത് മഹാപ്രളയത്തിൻ്റെ കാലത്ത് നഷ്ടപ്പെട്ട വേദം പിന്നത്തെ കൽപ്പത്തിൽ സൃഷ്ടി സമയമായപ്പോൾ ഞാൻ ബ്രഹ്മാവിനായിക്കൊണ്ട് ഉപദേശിക്കപ്പെട്ടു എന്ന്. ആ വേദത്തിലാണ് എന്നിലേക്ക് മനസ്സിനെ തിരിച്ചുവിടാൻ സഹായിക്കണ ഭാഗവതധർമ്മം പറഞ്ഞിരിക്കണം ഞാൻ എന്ന് പറയുകയാണ്. ഒരിക്കൽ വേദം നഷ്ടപ്പെട്ടു, ഞാനത് തിരിച്ചു കൊണ്ടുവന്നില്ലേ, എന്നിട്ട് ഞാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു. അതിന് ഞാൻ എന്നിൽ അതിൽ മനസ്സെന്നിൽ നിർത്തുക എന്ന ഭക്തിയാണ് ഭാഗവതധർമ്മമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിൽ ആ വേദത്തെയാണ്, അതായത് ആ ബ്രഹ്മാവിന് ഉപദേശിച്ചു. ആ വേദത്തിലാണ് എന്നിലേക്ക് ഭഗവാൻ പറയുകയാണ്, ഞാൻ രണ്ടാമത് ഉപദേശിച്ചല്ലോ, ആ വേദത്തിലാണ് എന്നിലേക്ക് മനസ്സിനെ തിരിച്ചുവിടാൻ സഹായിക്കുന്ന ഭാഗവതധർമ്മം അല്ലെങ്കിൽ പരമധർമ്മം അടങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞു വേദത്തിൽ. എന്നിൽ മനസ്സിനെ തിരിച്ചുവിടാൻ, എന്നിൽ മനസ്സിനെ ഉറപ്പിക്കാനുള്ള ഭാഗവതധർമ്മം ഞാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്ത ആ വേദത്തിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു കേട്ടോ. കാലേന ശ്രീ ഭഗവാൻ വാച കാലേന നഷ്ടാ പ്രളയേ വാണീയം വേദസംജ്ഞിത മയാദൗ ബ്രഹ്മണേ പ്രോക്ത ധർമ്മോ യസ്യ അമ്മദാത്മക. 4 തേന പ്രോക്ത ച പുത്രായ മനവേ പൂർവജായ സാ തതോ ഭൃഗ്വാദയോ ഗൃണ്ണൻ സപ്തബ്രഹ്മമഹർഷയ. 4 എന്താ പറയണേ, സാച്ച ആ വേദവാക്കും തേന ആ ബ്രഹ്മദേവനാൽ പൂർവജായ പുത്രായ തൻ്റെ ആ പുത്രനായ മനുവിന് പ്രോക്താഹ ഉപദേശിച്ചു. ബ്രഹ്മാവ് അത് മനുവിന് പറഞ്ഞു കൊടുത്തു, ഞാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു അല്ലേ. ഈ ഭാഗവതധർമ്മം ബ്രഹ്മാവ് അത് മനുവിന് പറഞ്ഞു കൊടുത്തു. തഥ അവരിൽ നിന്ന് ഭൃഗ്വാദയ, പിന്നെ അവരിൽ നിന്ന് മനുന്ന് സ്വയംഭവമനു ആണല്ലോ ആദ്യം. അപ്പോൾ സ്വയംഭവമനുവിന് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തു. പിന്നെ സ്വയംഭവമനുവിൻ്റെ കയ്യിൽ നിന്ന് ഭൃഗു മുതലായ സപ്തർഷികളും അഗൃണ്ണൻ ഗ്രഹിച്ചറിഞ്ഞു. എങ്ങനെയാണത് ഈ ഭാഗവതധർമ്മം നമ്മളിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ, ആദ്യം ഭഗവാൻ ബ്രഹ്മാവിനെ ഈ കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ ഉപദേശിച്ചു. അത് ബ്രഹ്മാവ് തൻ്റെ മകനായിട്ടുള്ള മാനസപുത്രനായിട്ടുള്ള സ്വയംഭുവമനുവിന് ഉപദേശിച്ചു. സ്വയംഭുവമനു അത് ഭൃഗു മുതലായ സപ്തർഷിമാർക്ക് ഉപദേശിച്ചു. അപ്പോൾ അതായത് സപ്തർഷിമാർ മനുവിൽ നിന്ന് അത് ഗ്രഹിച്ചു. അങ്ങനെ ആദ്യം ഭഗവാൻ, ബ്രഹ്മാവ്, സ്വയംഭുവമനു, സപ്തർഷികൾ. തേന പ്രോക്താ ച പുത്രായ മനവേ പൂർവജായ സാ തതോ ഭൃഗ്വാദയോ ഗൃണ്ണൻ സപ്തബ്രഹ്മമഹർഷയ. ഇനി 5ഉം 6ഉം 7ഉം ഒന്നിച്ച് ചെയ്താലാണ് എളുപ്പം. അപ്പോൾ തേഭ്യ പിതൃഭ്യസ്തത്പുത്രാ ദേവദാനവഗുഹ്യകാഹ മനുഷ്യാസിദ്ധഗന്ധർവ സവിദ്യാധരചാരണാഹ കിം ദേവാ കിന്നരാ നാഗ ഒക്കെ പേര് പറയുകയാണ്. രക്ഷക്കിം പുരുഷാദയാ ബഹ്യസ്ത്വേഷാം പ്രകൃതയോ രജസ്സത്വതമോ ഭുവഃ
യാഭിർഭൂതാനി മിദ്യന്തേ ഭൂതാനാം മതയസ്തഥാ യഥാ പ്രകൃതി സർവേഷാം ചിത്രാവാച സ്രവന്തി. അപ്പം 3 പറയാട്ടോ നമുക്ക്. പേര് പറയണേ. പിതൃഭ്യ തേഭ്യ, പിതൃക്കളായ ആൻസസ്റ്റേഴ്സ് എന്നർത്ഥം. അവരിൽ തത്പുത്രാഹ, അവരുടെ പുത്രന്മാരായ ദേവദാനവ ഗുഹ്യ ദേവന്മാരും, ഈ സപ്തർഷിമാരുടെയൊക്കെ പുത്രന്മാരായ ദേവന്മാരും അസുരന്മാരും ഗുഹ്യകന്മാരും മനുഷ്യന്മാരും സിദ്ധഗന്ധർവ സിദ്ധന്മാരും ഗന്ധർവന്മാരും സവിദ്യാധര ചാരണാഹ, വിദ്യാധരന്മാരും ചാരണന്മാരും കിംദേവ കിന്നര കിംദേവന്മാരും കിന്നരന്മാരും നാഗാഹ നാഗന്മാരും രാക്ഷസന്മാരും കിംപുരുഷാദയ കിംപുരുഷന്മാരും ഗ്രഹിച്ചു. ഇവരൊക്കെ പിന്നെ അപ്പം വഴിയായിട്ട് ഓരോരുത്തരിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടേ നമ്മളിപ്പോൾ വാട്സാപ്പിലൊക്കെ ഫോർവേഡ് ചെയ്ത് പോണ പോലെ ഒരാളെന്ന് പറഞ്ഞ് വേറെ ആൾ പറഞ്ഞു കൊടുത്തു. അന്ന് വാട്സാപ്പൊന്നും ഇല്ലല്ലോ. നേരെ പറഞ്ഞ് അത് ഈ പറയുന്നവർക്കൊക്കെ കിട്ടി. തേഷാം, ആ ദേവന്മാർ മുതലായവരുടെ ഭൂതാനി, അവരുടെയും ദേവന്മാർ മുതലായവർ ഭിദ്യന്തേ വ്യത്യാസപ്പെടുന്നു. ഭൂതാനാം, ആ ദേവന്മാർ മുതലായവരുടെ മതയ ബുദ്ധികളും തഥാ അപ്രകാരം തന്നെ വ്യത്യാസപ്പെടുന്നു. ഇതറിയണവർക്കൊക്കെ ഒരു ഗുണം ഉണ്ടാവുന്നുണ്ട്, വ്യത്യാസം ചേഞ്ച് ഉണ്ട്. സർവേഷാം ഹി, എല്ലാവരുടെയും യഥാപ്രകൃതി അതാത് വാസനയെ അനുസരിച്ച് ചിത്രാഹ വാചഹ, വിചിത്രങ്ങളായ ഏത് വ്യാഖ്യാന രൂപത്തിലുള്ള വാക്കുകൾ സ്രവന്തി വെളിപ്പെടുന്നു. എന്താ പറയണതെന്നോ ഇതിൽ ഭഗവാൻ എന്താ പറയണ വെച്ചാൽ, ബ്രഹ്മാവ് ആദ്യം എന്താണ് മനുവിന് പറഞ്ഞു കൊടുത്തു. മനു ആദ്യത്തെ പുത്രനായിട്ടുള്ള സ്വയംഭൂവ മനു സപ്തർഷികൾക്ക് പറഞ്ഞില്ലേ. പിന്നെ ഈ സപ്തർഷികളിൽ നിന്ന് അവരുടെ പുത്രന്മാരായ ദേവന്മാര് ദാനവന്മാര് ഗുഹ്യകന്മാര് മനുഷ്യര് സിദ്ധന്മാര്, അവർക്ക് പലതരത്തിലുള്ള മക്കളുണ്ട്, പലതരത്തിലുള്ള ഭാര്യമാരുണ്ട്, പലതരത്തിലുള്ള മക്കളുണ്ട്. പിന്നെ ഗന്ധർവന്മാര് വിദ്യാധരന്മാര് ചാരണന്മാര് കിംദേവന്മാര് കിന്നരന്മാര് നാഗങ്ങള് രക്ഷസുകള് കിംപുരുഷന്മാരെ തുടങ്ങിയവർക്കൊക്കെ കിട്ടി. സത്വം രജസ് തമസ് ഈ ഗുണങ്ങൾ കാരണം അവരുടെയൊക്കെ വാസനകൾ വ്യത്യാസമുണ്ട്. അപ്പം അവരുടെ പ്രകൃതി വ്യത്യാസം ഉണ്ടാവുകൊണ്ട് ഈ കിട്ടിയവർക്കൊക്കെ, ഇപ്പം ഇവർക്കൊക്കെ കിട്ടി പറഞ്ഞല്ലോ ഈ അറിവ്. പക്ഷെ അവരുടെയൊക്കെ വാസനകൾ ഓരോരുത്തരുടെയും വ്യത്യാസമുണ്ട്. അപ്പോൾ അവരുടെ വാസനകളും അവരുടെ പൂർവ്വജന്മ സംസ്കാരം അനുസരിച്ച് ജീവികളുടെ ബുദ്ധിക്കും വ്യത്യാസം വരുമല്ലോ. അങ്ങനെ സകലരും അവനവൻ്റെ പ്രകൃതിക്ക് അനുസരിച്ച് വേദാർത്ഥങ്ങളെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഓരോരുത്തരുടെയും സ്വഭാവത്തിൻ്റെ വ്യത്യാസം കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധി, ഓരോരുത്തരും ഓരോ തരത്തിൽ വ്യാഖ്യാനിക്കും. അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ മനുഷ്യന്മാർ അതൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള അറിവാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ചിലർ പറയണത് പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ടാവും പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ചിലർക്ക് അത് അവനവൻ്റെ വാസന അനുസരിച്ച് അതാണ് ഗ്രഹിക്കണത്. അതാണ് ഒരേ കാര്യം പറഞ്ഞാലും ഈ കേൾക്കണവരുടെ വാസന അനുസരിച്ചിട്ട് അതിനെ മനസ്സിലാക്കാനുള്ള ശക്തി വേറെ തന്നെയാണ്. ശരിയല്ലേ? ഒരേ കാര്യം പറഞ്ഞാലും അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. എന്താ പറഞ്ഞിട്ടുണ്ടോ, ഇവർക്കൊക്കെ അത് കിട്ടി, ഇങ്ങനെ വഴിയായിട്ട് എല്ലാവർക്കും കിട്ടി. പക്ഷേ അവരവരുടെ രജോ ഗുണപ്രധാനികളും സത്വഗുണപ്രധാനികളും തമോ ഗുണപ്രധാനികളും ഒക്കെ അതിലുണ്ട്. ഈ കിട്ടിയോളേ രാക്ഷസന്മാരൊക്കെ ഉണ്ട്, രക്ഷസുകളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ തമോ ഗുണമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കിട്ടിയവർക്കൊക്കെ പലതരത്തിലുള്ള പ്രകൃതിയാണ്. മീൻസ് ചിലർ സത്വഗുണപ്രധാനി, ചിലർ രജോ ഗുണപ്രധാനി, ചിലർ തമോ ഗുണപ്രധാനി. അപ്പോൾ എന്താ ഉണ്ടായെച്ചാൽ അവരുടെ ഈ ഗുണങ്ങളുടെ പ്രകൃതി അനുസരിച്ച് അവരുടെ അവരും വേദം വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ പലതരത്തിലായി തീർന്നു. ഓരോരുത്തരും ഓരോ പോലെയാണ് മനസ്സിലാക്കണതും പറയണതും. അപ്പോൾ വേദത്തിനെ പറ്റിയിട്ടുള്ള ഈ അവരുടെ അഭിപ്രായങ്ങളൊക്കെ വേറെ ആയിരുന്നു എന്നേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഇതിലേട്ടോ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലരും ഇത് പഠിച്ചവരൊക്കെ. അപ്പോൾ ഭഗവാൻ ആദ്യം ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തതിൻ്റെ അർത്ഥമൊക്കെ കംപ്ലീറ്റ്ലി മാറും. അത് നമ്മൾക്ക് തന്നെ അറിയാലോ അല്ലേ. പല വ്യാഖ്യാനങ്ങളും എതിർത്ത് പറയാം. ഇപ്പോൾ ജാബാലി മുനിയൊക്കെ അങ്ങനെയാണ്. ചാർവാകന്മാരെ പറയും. ചാരുവാക്കച്ച എന്താ അറിയോ? ചാർവാകൻ എന്ന് പറഞ്ഞാൽ അറിയോ? ചാരു പറഞ്ഞാൽ ഭംഗി, വാകൻ. അപ്പം എന്താ അറിയോ? ഭംഗിയുള്ള വാക്കുകൾ പറയണവരാണ് ചാർവാകന്മാർ. എന്ന് പറഞ്ഞാൽ കേൾക്കണവർക്ക് സന്തോഷം ഉണ്ടാവണം, അത് മാത്രമേ അവർ വിചാരിക്കുന്നുള്ളൂ. അവർ നന്മ വിചാരിക്കണില്ല. അങ്ങനെയുള്ളവരാ ചാർവാകന്മാരെ. അപ്പോൾ ഈ ജാബാലി മുനിയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ
കേൾക്കണവർക്ക് എന്താ സുഖം, എളുപ്പമുള്ളത് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒരാളോട് പറയും ഒന്നും വേണ്ടെന്നാ, നമുക്ക് ആർക്കറിയാം മരിച്ചു പോയാലത്തെ കഥയൊക്കെ. ശരിക്കും ഈ ജീവിതം ഒന്നേ ഉള്ളൂ, സുഖമായി ജീവിച്ചോളൂ എന്ന് കേൾക്കാൻ ഇഷ്ടമുള്ളൊരു കുറേ ഉണ്ടാവും. അങ്ങനെയുള്ളവരാണ് ചാർവാകന്മാരെന്ന് പറഞ്ഞത്. അപ്പം ഇത് പഠിച്ചവരിൽ പലതരം ആൾക്കാരുണ്ടേ. അപ്പോൾ അവരൊക്കെ അവരുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അനവധി വ്യാഖ്യാനങ്ങളുണ്ടായി ഈ ഭാഗവതധർമ്മത്തിന് തന്നെ, അല്ലെങ്കിൽ വേദത്തിൽ ഭഗവാൻ ആദ്യം പറഞ്ഞു കൊടുത്തത് ചിലർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവും അവസാനം വരെ. പക്ഷെ പലരും അതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചു എന്നാണ് അപ്പം ഇതിൽ പറയണത് കേട്ടോ. അപ്പോൾ 25 മിനിറ്റായി. അപ്പം ഞാനിത് 5, 6, 7 വായിച്ചപ്പെട്ട് നിർത്താമെന്ന്. തേഭ്യ തത്പുത്രാ ദേവദാനവഗുഹ്യകാः മനുഷ്യ സിദ്ധഗന്ധർവാ സവിദ്യാധരചാരണാः കിം ദേവാः കിന്നരാ നാഗാ രക്ഷ കിം പുരുഷാദയഃ ബാഹ്യസ്ത്വേഷാം പ്രകൃതയോ രജസ്സത്വതമോ ഭുവ യാഭിർഭൂതാനി ഭിദ്യന്തെ ഭൂതാനാം മതയസ്തഥാ യഥാ പ്രകൃതി സർവേഷാം ചിത്രാവാചസ്രവന്തിഃ. അല്ലേ, നമ്മൾ അമ്മയെ തല്ലിയാലും കൂടി 2 പക്ഷം എന്ന് പറയുമല്ലോ നമ്മളല്ലേ. അതായത് അമ്മയെ തല്ലണത്, അമ്മയെ അടിച്ചു വെച്ചാൽ എന്തായാലും തെറ്റാണ്. അമ്മ ഇനി എന്ത് തെറ്റ് ചെയ്താലും ഒരമ്മയെ അടിക്കുന്നത് തെറ്റാണെന്ന് പറയണ ഒരു തരം. അവൾ അമ്മ നല്ല അമ്മയൊന്നുമല്ല, അവൾക്ക് ആ സ്ത്രീക്ക് ആ ശിക്ഷ ആവശ്യമാണ്, അത് ഈ മകൻ്റെ കുറ്റമല്ല എന്ന് പറയണവരും ഉണ്ടാവും. അമ്മയെ തല്ലിയാലും 2 അഭിപ്രായം എന്ന് പറയണ പോലെയാണ്. ഒരേ കാര്യം തന്നെ കേട്ടാൽ നമ്മുടെ വാസന അനുസരിച്ച് നമ്മളതിനെ ഗ്രഹിക്കും. ഗ്രഹിച്ചു കഴിഞ്ഞ് വേറെ ആളോട് പറയുമ്പോൾ നമ്മൾ ഗ്രഹിച്ചതല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണപ്പോൾ ഇവിടെ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ഭഗവാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നിവിടെ നിർത്താം. ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വ.